പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26-ഉം 27-ഉം തിരുവചനങ്ങളാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. യേശുവിനെ അന്വേഷിച്ച് കഫർനാമിൽ എത്തിയ ജനങ്ങളോട് യേശു പറഞ്ഞ തിരുവചനമാണിത്. യേശു പ്രവർത്തിച്ച അടയാളങ്ങളും പ്രവർത്തനങ്ങളും കണ്ടിട്ട് യേശുവിനെ അനുഗമിച്ചവരെല്ലാവരും ദൈവപുത്രനാണ് യേശുവെന്ന് വിശ്വസിച്ചതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് ജനങ്ങൾ യേശുവിനെ അന്വേഷിച്ചത്. യേശു ജനങ്ങളോട് പറയുകയാണ്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ എന്ന്. മനുഷ്യർ സാധാരണയായി ബാഹ്യമായ ഈ ലോക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സമ്പത്തിനോ നേട്ടത്തിനോ ഒക്കെ വേണ്ടിയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. നല്ല വീട്, നല്ല ജോലി, നല്ല ശമ്പളം, നല്ല വാഹനം, നല്ല ജീവിത സാഹചര്യങ്ങൾ, ഇവയെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നത്. ദൈവപുത്രനാണ് യേശു എന്ന് അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാനോ യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കുവാനോ അല്ല സാധാരണ മനുഷ്യർ യേശുവിനെ അന്വേഷിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹവും ലക്ഷ്യവും നാം എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കണം എന്നതാണ്. അത്രമാത്രം നമ്മെ ഓരോരുത്തരെയും പിതാവായ ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4 യേശു പ്രലോഭകനായ സാത്താനോട് പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന്. നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നത് പ്രലോഭകനായ സാത്താനാണ്. ഈ ലോകത്തിൻ്റെ നശ്വരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാത്താൻ നമ്മെ പല വിധത്തിൽ കെണിയൊരുക്കുകയാണ്. പണം സമ്പാദിക്കുവാനും ലോകത്തിൻ്റെ പ്രീതിയും അംഗീകാരവും കയ്യടിയും നേടിയെടുക്കുവാനും അവൻ നിരന്തരം നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ അകറ്റി നിർത്തും. മനുഷ്യൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കും. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് പാഴ്വേലയാണ് എന്ന് നമ്മുടെ ബുദ്ധിയിൽ ഉപദേശിച്ച് തരുന്നതും സാത്താൻ്റെ കെണിയാണ്. അവൻ്റെ ലക്ഷ്യം നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കളെ അവന് നേടിയെടുക്കുക എന്നതാണ്. എന്നാൽ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ ആത്മാവിന് വേണ്ടി നിരന്തരം കാത്തുകൊണ്ടിരിക്കുകയാണ്. അസൂയയോടെയാണ് അഭിലഷിക്കുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹ പറയുന്നത്. സാത്താൻ്റെ കെണിയിൽപ്പെട്ടു പോകാതെ ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വെച്ചുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുമ്പോൾ ആണ് ദൈവഹിതമനുസരിച്ച് നമുക്ക് ജീവിക്കുവാനും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും സാധിക്കുന്നത്. നാം ഓർത്തിരിക്കേണ്ട തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ അവനെന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി അവനെന്ത് കൊടുക്കും? അപ്പോൾ ആത്മാവിന് പകരമായിട്ട് കൊടുക്കാൻ ഒന്നും തന്നെയില്ല. ദൈവത്തിന് ആത്മാവിനെയാണ് കൊടുക്കേണ്ടത്. ആ ആത്മാവിനെ നശിപ്പിക്കാതെ
സാത്താൻ്റെ കെണിയിൽ വീഴാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.